ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള അല്ലെങ്കിൽ ഈ ഒരു നിമിഷം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു നിമിഷം നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഫീൽ ചെയ്യുന്നത്. കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് ഒരു മാനസികമായിട്ടുള്ള കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. അവർ റിപ്പീറ്റായിട്ട് ഒരേ ഒരു കാര്യം തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ കീറി മുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അവർക്കും നിങ്ങൾക്കും ഇടയിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അത് അവർ കാരണമാണ് എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ കൂടുതലായിട്ട് സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് കാണുന്നത്. ആൻഡ് ബാക്കി കാർഡ്സ് കൂടി നമുക്ക് നോക്കാം. ആൻഡ് യെസ്, ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് സ്വയം അവരെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ് കാണുന്നത്. അതായത് അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണെന്നുള്ളത് മേ ബി അത് ആ ഒരു സമയത്ത് അവർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ല. അവർ ഈ ഒരു സമയം ഇപ്പോൾ സെപ്പറേഷനിൽ വന്നതിന് ശേഷം അവർ ചിന്തിക്കുന്നുണ്ട് തെറ്റുകൾ അവരുടെ ഭാഗത്താണ്. അവരെ തന്നെ സ്വയം ജഡ്ജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ആൻഡ് യെസ്, അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ തന്നെ ഒരു കണ്ടന്റ് ഇല്ലാത്ത പോലെ ഒരു ഫീലിംഗ് ആണ്, ഒരു ബോറിങ് ഫീൽ ചെയ്യുകയാണ്. അവരെന്തൊക്കെ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും അവരുടെ ലൈഫിലൊരു ശൂന്യത അവർക്ക് ഫീൽ ആവുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർ റിയലൈസ് ചെയ്യണം അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പാഷനേറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളോടുള്ള പ്രണയമാണ്, നിങ്ങളാണ് എന്നുള്ളത്. ആ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ മാത്രം അവരുടെ ഉള്ളിൽ നിന്നും ആ ഒരു പ്രണയത്തിൻ്റെ ജ്വാല തെളിഞ്ഞു വരുന്നതായിട്ടും അതിലൂടെ ഒരു സന്തോഷം അവരിൽ വരുന്നതായിട്ടും ഒക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും അവർക്കുള്ള ഫീലിങ്സ് ഇപ്പോൾ ഇതാണ്. അവരുടെ ലൈഫിൽ കറണ്ട് സിറ്റുവേഷൻ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, അതിലവർക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റുന്നില്ല. പക്ഷെ അവർക്കൊരു സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊരു നല്ല ഫീലിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാനുണ്ട്. ഇപ്പോൾ മേ ബി അവരെന്തെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യുന്നൊരു സമയമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ലൈഫിലൊരു ക്രൂഷ്യൽ മൊമെൻ്റ് ആയിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ അവരിൽ നിന്നും അകലെ ആയിരിക്കുന്നത് അവരിൽ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു. അവർ ഡിസ്റ്റർബ്ഡ് ആണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ മുന്നിലുള്ള ആ ഒരു സന്തോഷം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനിൽ അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ റിപ്പീറ്റായിട്ട് നമുക്ക് വരുന്നൊരു മെസ്സേജ്. ആൻഡ് അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും പോലും ഇല്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. എങ്ങനെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടും അവർക്ക് ആ ഒരു ആ ഒരു പസ്സിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന പോലെ അവർക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാര്യങ്ങളും. അവിടെ എവിടെയോ ഒരു മിസ്സിങ് സ്പേസ് ആയിട്ട് അവർക്ക് ഉണ്ടാവുന്നു. അവർ എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ ലൈഫിലൊരു മിസ്സിങ് എലമെൻ്റ് ആണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു. ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെ അവർ മാനസികമായിട്ടൊന്ന് കറക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒന്ന് ശാന്തതയിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്കതിന് കഴിയുന്നുണ്ടാവില്ല. നെക്സ്റ്റ് വന്നിട്ട് എന്താണ്? യെസ്, അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളില്ലാത്ത സമയത്ത് ഒരുപാട് നേട്ടങ്ങൾ അവർ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോഴെല്ലാം അവർക്ക് അവർ ആ ഒരു കാര്യത്തിലൊന്നും അവർക്ക് നിങ്ങളുടെ പ്രണയവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊന്നും അവരുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്തതുപോലെയുള്ളൊരു ഫീലിംഗ് ആണ് അവർക്ക് കൊണ്ടുവരുന്നത്. ആൻഡ്
അവർക്കിപ്പോൾ സ്പിരിച്വലി ചേഞ്ച് ആവുന്ന ഒരു സമയമാണ്. യൂണിവേഴ്സൽ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളും മേ ബി ഒരു സമയത്ത് യൂണിവേഴ്സൽ ട്രൂത്ത് ഒക്കെ ബിലീവ് ചെയ്യുന്നൊരു സമയമാണ്, അല്ലെങ്കിൽ സ്പിരിച്വലി നിങ്ങൾ കൂടുതലായിട്ട് സെൻസ് ചെയ്യുന്നൊരു സമയം കൂടിയാണ്. നിങ്ങളുടെ പേഴ്സണും അതിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഒരു ഹാർട്ട് ചക്ര കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തി അതിലൂടെ നിങ്ങളിലേക്ക് എത്താനാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പ്രണയത്തിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. യെസ്, അവരുടെ ജീവിതത്തിൽ തന്നെ ആ ഒരു പ്രകാശം നിങ്ങളാണ്. ആ ഒരു പ്രകാശമാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അവർക്ക് മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അത്രത്തോളം ഇപ്പോൾ അവർക്ക് നിങ്ങളെ ആഗ്രഹമുണ്ട്, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് അവർക്ക് പല കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് കഴിയുന്നില്ല, എങ്കിലും നിങ്ങൾ മൊത്തൊരു സന്തോഷമായിട്ടുള്ള ജീവിതം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവുക, ആ ഒരു രീതിയിലൂടെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് തന്നെ കറക്റ്റ് ആക്കുക, ഒരുപാട് നേട്ടങ്ങൾ അതിലൂടെ കൈവരിക്കാൻ സാധിക്കണം എന്നൊക്കെ ഒരുപാട് പ്ലാനിങ് ഈ വ്യക്തിയുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് യെസ്, മെമ്മറീസ് ഓഫ് ലവ് എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. ആ മിസ് ഫീലിങ്സ് ധാരാളമായിട്ട് ഇവിടെ കാണുന്നുണ്ട് നമുക്ക്. അവർ റിപ്പീറ്റായിട്ട് ഓർത്തെടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിൽ സ്പെസിഫിക് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ഒരു ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചിരുന്ന, ഒത്തിരി എൻജോയ് ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിരുന്ന മൊമെൻ്റ് ആയിരിക്കാം. അങ്ങനെ എന്തൊക്കെയോ ചില ഓർമ്മകൾ ആ വ്യക്തിയുടെ മനസ്സിൽ വന്നു പോകുന്നുണ്ട്. അതൊക്കെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവർക്കിപ്പോൾ ഫിനാൻഷ്യലി ഉള്ള ചേഞ്ചസ് വരുന്ന സമയമാണ്. മേ ബി അത് ചിലപ്പോൾ ചിലർക്ക് അതൊരു ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കാം, ചിലപ്പോൾ അത് ഫിനാൻഷ്യൽ ഗെയിനും ആയിരിക്കാം. ഒത്തിരി നാളായിട്ട് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ റിസൾട്ട് റിവേഴ്സ് ആവാനും സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലവ് ബിഗിൻസ്. ഇത്രയും നാളും സ്റ്റക്കായിട്ടുണ്ടായിരുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കിടയിലെ ആ ഒരു ലവ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളെ കൂടുതലായിട്ട് പ്രണയിച്ചു തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളെ കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രണയം ഇപ്പോൾ ഓവർഫ്ലോ ചെയ്യുന്നുണ്ട്. നോർമലി പോയിക്കൊണ്ടിരുന്നൊരു കാലഘട്ടമാണ് ഈ ഒരു സമയം, പാസ്റ്റിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നടന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അതിൽ ചെറിയ വേരിയേഷൻസ് കാണുന്നുണ്ട്. അവർ കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ തുടങ്ങി, നിങ്ങളെ കൂടുതലായിട്ട് സൈലൻ്റായിട്ട് തന്നെ പ്രണയിക്കാൻ തുടങ്ങി, നിങ്ങളെ അവരുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആഗ്രഹമുണ്ടായി. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ ഈ ഒരു പ്രണയബന്ധത്തിൽ വന്നിട്ടുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാം. ആൻഡ് അത്രയും ആ വ്യക്തിക്ക് ഹൃദയഭേദകമായിട്ടുള്ള വേദനകളാണ് ഈ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുള്ളത്. അവർക്ക് അത്രയും ഒരു നഷ്ടബോധം ഉണ്ടാവുകയാണ്. അവരായിട്ടാണ് നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് എന്നവർ റിപ്പീറ്റായിട്ട് ചിന്തിക്കുന്നത്. മേ ബി നമുക്ക് മാസ്റ്റർ കാർഡിൽ വന്നിരിക്കുന്ന ആ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് തന്നെ അവരിൽ തന്നെ ഉണ്ടാക്കിയ കുറ്റബോധമാണ്. അവരായിട്ട് നിങ്ങളെ ചിലപ്പോൾ വാക്കുകളാലോ അല്ലെങ്കിൽ പ്രവൃത്തികളാലോ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന, അത്രയും ഡീപ്പായിട്ട് ഹേർട്ട് ചെയ്യുന്ന ഒരു വാക്ക് അവർ പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത്രയും വെറുപ്പോടുകൂടി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവാം. അത് ആ ഒരു മൊമെന്റിൽ അവരിൽ നിന്ന് വന്നുപോയി എന്നതോർത്ത് അവർ ഒരുപാട് സങ്കടപ്പെടുന്ന ഒരു സമയമാണ്. ആൻഡ് ആ ഒരു കാര്യം തന്നെയായിരിക്കാം ഈ വ്യക്തി റിപ്പീറ്റായിട്ട് ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ സ്പിരിച്വലി നിങ്ങളുമായിട്ട് ഇൻവൈറ്റ് ചെയ്ത പോലെ അവർക്ക് ഫീൽ ചെയ്യുകയാണ്. അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരണമെന്ന് അത്രത്തോളം ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഫൈനൽ കാർഡ് വന്നിരിക്കുന്നത് നോക്കൂ, തേർഡ് ഐ ചക്രയാണ്. അതായത് ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് 2 പേർക്ക് ഉണ്ടാവും എന്നുള്ളത് ഡെഫിനറ്റ്ലി നമുക്കിവിടെ പറയാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും, അത് ചിലപ്പോൾ സ്വപ്നത്തിലായിരിക്കാം, ചിലപ്പോൾ നേരിട്ട് നിങ്ങൾ കാണാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നലായിട്ടായിരിക്കാം. അങ്ങനെ എന്തോ ഒരു കാര്യം റീയൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാകും എന്ന് മനസ്സിലാക്കാം. യൂണിവേഴ്സൽ സയൻസ് ആയിട്ടുള്ള വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ ട്വിൻ ബട്ടർഫ്ലൈസ്, അതുപോലെ തന്നെ വൈറ്റ് ബേർഡ്സിനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ റെയിൻബോ സയൻസ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ്, എസ്പെഷ്യലി 111, അതുപോലെ തന്നെ 444 എന്നുള്ള നമ്പറിന് കൂടുതൽ ഒരു കണക്ഷൻ ഈ കാര്യവുമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ റീഡിങ് ജനറൽ ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.